മുണ്ടക്കയത്ത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത് പ്രതിഷേധകരമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. നഷ്ടപരിഹാരം മാത്രം നൽകി സ്ഥിരമുള്ള പല്ലവി തുടരാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ വേഗത്തിലുണ്ടാകണം. വന്യജീവി ആക്രമണം എവിടെയൊക്കെ ഉണ്ടാകുന്നുവെന്നത് സംബന്ധിച്ചുള്ള വിവരശേഖരണം ലഭ്യമാകുമെങ്കിലും അതനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റുന്നു. ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിക്കുന്നതിലും വീഴ്ചകൾ സംഭവിച്ചുവെന്നും എം പി പറഞ്ഞു. ടിആർആൻഡി എസ്റ്റേറ്റിൽ സോഫിയ എന്ന് പറയുന്ന വീട്ടമ്മ അതിദാരുണമായ നിലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് അങ്ങേയറ്റം പ്രതിഷേധമുള്ള ഒരു വിഷയമാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി രണ്ടാമത്തെ കാട്ടാന ആക്രമണവും രണ്ടാമത്തെ മരണവുമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ് വന്യജീവി ആക്രമണങ്ങൾ ഉള്ളത് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ ഒരു കഴിയും. പക്ഷേ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട്. ഇടുക്കി ജില്ല ഇത്രയും വിശാലമാണ്, ഒരുപാട് വനാതിർത്തിയുള്ള പ്രദേശമാണ്, മിക്കയിടങ്ങളിലും വന്യജീവി ആക്രമണമുണ്ട്, പ്രത്യേകിച്ചും കാട്ടാന ആക്രമണമുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങളെല്ലാം ഹോട്ട്സ്പോട്ടിൽ ഉൾക്കൊള്ളിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ മരണപ്പെട്ട വ്യക്തി തന്നെ, ഈ വീട്ടമ്മ തന്നെ 2 വർഷത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ ഒരു ബൈറ്റ് വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. അവർ അവിടെ ജീവിക്കുന്നത് മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഈ കാട്ടാനയെ പേടിച്ചുകൊണ്ടാണ് അവർ വർഷങ്ങളായി ജീവിക്കുന്നത്. പക്ഷേ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ ടിആർആൻഡിയുടെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തൊക്കെ കാട് വെട്ടിത്തെളിച്ച് അവിടെ മനുഷ്യവാസ യോഗ്യമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവിടെ ഇപ്പോഴും കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ആന വരുന്നത് കാണാനുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ കാട് വെട്ടിത്തെളിക്കാനും അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിനോട് തൊട്ടുചേർന്ന് വനത്തിൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന ഭൂമി, പറയപ്പെടുന്നത് പോലെ ടിആർആൻഡിയുടേതാണെന്ന് അവരെ അവകാശപ്പെടുന്ന ഭൂമി അവിടെ മുഴുവൻ കൊടുങ്കാടായി കിടക്കുകയാണ്. ആ പ്രദേശം ഉൾപ്പെടെ വെട്ടിത്തെളിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതാണ്.